നിരകളാൽ ഉയരങ്ങളിൽ ഉയരയായി അഴകണിയും താരകൾ അണിഞ്ഞൊരുങ്ങും രാവുകൾ. വാനത്തെ പൂമുറ്റത്തൊരു പൂമുല്ലപ്പൂത്തല്ലോ, പൂമാല്യം തീർത്തല്ലോ ദേവനു നൽകാൻ സ്വർഗമൊരുങ്ങിയല്ലോ, സ്വർഗമൊരുങ്ങിയല്ലോ. ജാതനായി ജാതനായി യേശു ജാതനായി, ജാതനായി ജാതനായി യേശു ജാതനായി. പൂക്കൾ നിറഞ്ഞ നിശീതിനി പൂനിലാവിൽ കുളിച്ചൊരുങ്ങി നിന്നിടുമ്പോൾ നിരനിരയായി വാനവിധാനത്തിൽ ദൂതന്മാർ വന്നു, ചിലുനാദമുണർത്തും ചിലകൾ കാലിയറിഞ്ഞു. Proclaiming gospel filled with endless bliss, the King of Kings is born in Bethlehem, come and worship. ഗീതമാലപിക്കും ഗായകർ ഞങ്ങൾ, ദൂതവൃന്ദരാർത്തു പാടും ഗാനമാണിത്. ക്രിസ്തു എന്ന രക്ഷകൻ പിറന്നു കൂട്ടരെ, മഞ്ഞുതിരും രാവിലിന്നൊരുത്സവമേളം. ദിവ്യഗീതമാലപിക്കും ഗായകർ ഞങ്ങൾ, ദൂതവൃന്ദരാർത്തു പാടും ഗാനമാണിത്. ക്രിസ്തു എന്ന രക്ഷകൻ പിറന്നു കൂട്ടരെ, മഞ്ഞുതിരും രാവിലിന്നൊരുത്സവമേളം. നിരകളാൽ ഉയരങ്ങളിൽ ഉയരയായി അഴകണിയും താരകൾ അണിഞ്ഞൊരുങ്ങും രാവുകൾ. നിരകളാൽ ഉയരങ്ങളിൽ ഉയരയായി അഴകണിയും താരകൾ അണിഞ്ഞൊരുങ്ങും രാവുകൾ. കനലുകളിൽ കാവലാൽ കനിമുതിരും കൈകളാൽ കരുണയോടെ കനിഞ്ഞു നൽകിയ കരുണാമയനാ. ദിവ്യഗീതമാലപിക്കും ഗായകർ ഞങ്ങൾ, ദൂതവൃന്ദരാർത്തു പാടും ഗാനമാണിത്. ക്രിസ്തു എന്ന രക്ഷകൻ പിറന്നു കൂട്ടരെ, മഞ്ഞുതിരും രാവിലിന്നൊരുത്സവമേളം. പല പല വർണ്ണങ്ങൾ ശിഖരങ്ങളിൽ നിറഞ്ഞിടും മരതക മണിമലരുകൾ മനസ്സുകളിൽ വിരിഞ്ഞിടും. പല 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 വർണ്ണങ്ങൾ ശിഖരങ്ങളിൽ നിറഞ്ഞിടും മരതക മണിമലരുകൾ മനസ്സുകളിൽ വിരിഞ്ഞിടും. നിയതമായ നീതിയാ നിറഞ്ഞൊഴുകും നന്മയാ നിലവിൽ
മാനത്തെ പൂമുറ്റത്തൊരു പൂമുല്ല പൂത്തല്ലോ. മാനത്തെ പൂമുറ്റത്തൊരു പൂമുല്ല പൂത്തല്ലോ. പൂമാല്യം തീർത്തല്ലോ ദേവനു നൽകാൻ സ്വർഗമൊരുങ്ങിയല്ലോ. സ്വർഗമൊരുങ്ങിയല്ലോ. മാനത്തെ പൂമുറ്റത്തൊരു പൂമുല്ല പൂത്തല്ലോ. പൂമാല്യം തീർത്തല്ലോ ദേവനു നൽകാൻ സ്വർഗമൊരുങ്ങിയല്ലോ. സ്വർഗമൊരുങ്ങിയല്ലോ. നാട്ടിൽ ഉത്സവമായി ആഹ്ലാദമോടെ മാനവർ പാടി. നാട്ടിൽ ഉത്സവമായി ആഹ്ലാദമോടെ മാനവർ പാടി. അത്യുന്നതങ്ങളിൽ അത്യുന്നതങ്ങളിൽ മഹത്വം മഹത്വം. ഭൂമിയിലെന്നും ശാന്തി. അത്യുന്നതങ്ങളിൽ മഹത്വം മഹത്വം. ഭൂമിയിലെന്നും ശാന്തി. ഭൂമിയിലെന്നും ശാന്തി. ഭൂമിയിലെന്നും ശാന്തി. മാനത്തെ പൂമുറ്റത്തൊരു പൂമുല്ല പൂത്തല്ലോ. പൂമാല്യം തീർത്തല്ലോ ദേവനു നൽകാൻ സ്വർഗമൊരുങ്ങിയല്ലോ. സ്വർഗമൊരുങ്ങിയല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉൾക്കൂട്ടിൽ ജാതനാം നാഥനെ കാണാൻ വാനവും ഭൂമിയും അണിഞ്ഞൊരുങ്ങി. ഉൾക്കൂട്ടിൽ ജാതനാം നാഥനെ കാണാൻ വാനവും ഭൂമിയും അണിഞ്ഞൊരുങ്ങി. മയിലുകളാടി മയിലുകളാടി കുയിലുകൾ പാടി. പൂന്തിങ്കൾ പ്രഭ വീശി. മയിലുകളാടി കുയിലുകൾ പാടി. പൂന്തിങ്കൾ പ്രഭ വീശി. പൂന്തിങ്കൾ പ്രഭ വീശി. പൂന്തിങ്കൾ പ്രഭ വീശി. മാനത്തെ പൂമുറ്റത്തൊരു പൂമുല്ല പൂത്തല്ലോ. പൂമാല്യം തീർത്തല്ലോ ദേവനു നൽകാൻ സ്വർഗമൊരുങ്ങിയല്ലോ. സ്വർഗമൊരുങ്ങിയല്ലോ. മാനത്തെ പൂമുറ്റ
മാല്യം തീർത്തല്ലോ ദേവനു നൽകാൻ സ്വർഗമൊരുങ്ങിയല്ലോ സ്വർഗമൊരുങ്ങിയല്ലോ ലാ 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 ജാതനായി ജാതനാ യേശു ജാതനാ ജാതനായി ജാതനാ യേശു ജാതനാ കൈത്താളത്താൽ വാദ്യമേളത്തോടെ ഒന്നിച്ചു ഒന്നിച്ചു വാഴ്ത്തി പാടാം നാം ഒന്നിച്ചു ഒന്നിച്ചു വാഴ്ത്തി പാടാം കൈത്താളത്താൽ വാദ്യമേളത്തോടെ ഒന്നിച്ചു ഒന്നിച്ചു വാഴ്ത്തി പാടാം നാം ഒന്നിച്ചു ഒന്നിച്ചു വാഴ്ത്തി പാടാം തപ്പുതാള കിന്നരമേള ഒപ്പമാർത്തു പാടിടുന്നു തപ്പുതാള കിന്നരമേള ഒപ്പമാർത്തു പാടിടുന്നു മേലോക ദൈവദൂതരും മാലാഖവൃന്ദങ്ങളും മേലോക ദൈവദൂതരും മാലാഖവൃന്ദങ്ങളും ലാ 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 ലാ. വചനം ജഡമായി തീർന്നു ജീവജല വചനമതായി വചനം ജഡമായി തീർന്നു ജീവജല വചനമതായി വചനം നൽകും നായകനായി കരയൊരു സുരലോകമതായി വചനം നൽകും നായകനായി കരയൊരു സുരലോകമതായി തപ്പുതാള കിന്നരമേള ഒപ്പമാർത്തു പാടിടുന്നു തപ്പുതാള കിന്നരമേള ഒപ്പമാർത്തു പാടിടുന്നു മേലോക ദൈവദൂതരും മാലാഖവൃന്ദങ്ങളും മേലോക ദൈവദൂതരും മാലാഖവൃന്ദങ്ങളും ലാ 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 ലാ. കാലം നൽകി നിധിയാ കാലിക്കൂട്ടിൽ കൺമണിയെ കാലം നൽകി നിധിയാ കാലിക്കൂട്ടിൽ കൺമണിയെ മേരിതൻ സുതനായി പാരിൽ
മാനവ പാപമകറ്റാൻ മേരിതൻ സുതനായി ഈ പാരിൽ മാനവ പാപമകറ്റാൻ ജാതനായി യേശു ഭൂജാതനായി ജാതനായി യേശു ഭൂജാതനായി കൈത്താളത്താൽ വാദ്യമേളത്തോടെ ഒന്നിച്ചു വാഴ്ത്തി പാടാം നാം ഒന്നിച്ചു വാഴ്ത്തി പാടാം കൈത്താളത്താൽ വാദ്യമേളത്തോടെ ഒന്നിച്ചു വാഴ്ത്തി പാടാം നാം ഒന്നിച്ചു വാഴ്ത്തി പാടാം തപ്പുതാള കിന്നരമേള ഒപ്പമാർത്തു പാടിടുന്നു തപ്പുതാള കിന്നരമേള ഒപ്പമാർത്തു പാടിടുന്നു മേലോക ദൈവദൂതരും മാനവവൃന്ദങ്ങളും മേലോക ദൈവദൂതരും മാനവവൃന്ദങ്ങളും ലാ 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 മാനം പൂത്തു പൂക്കൾ നിറഞ്ഞ നിശീതിനി പൂനിലാവിൽ കുളിച്ചൊരുങ്ങി നിന്നിടുമ്പോൾ മാനം പൂത്തു പൂക്കൾ നിറഞ്ഞ നിശീതിനി പൂനിലാവിൽ കുളിച്ചൊരുങ്ങി നിന്നിടുമ്പോൾ കേൾക്കുന്നതാ ദൂരെ അങ്ങാകാശദേശേ കേൾക്കുന്നതാ ദൂരെ അങ്ങാകാശദേശേ ഒരു സന്ദേശകാവ്യം ദൂതന്മാർ പാടിയ സുന്ദരഗാനം ദൂതന്മാർ പാടിയ സുന്ദരഗാനം ഒരു സ്നേഹകാവ്യം ഒരു സ്നേഹകാവ്യം മാനം പൂത്തു പൂക്കൾ നിറഞ്ഞ നിശീതിനി പൂനിലാവിൽ കുളിച്ചൊരുങ്ങി നിന്നിടുമ്പോ നിരനിരയായി വന്നു വാനിൽ ദൂതർ സന്ദേശഗാനം എന്തെന്നു പാടി നിരനിരയായി വന്നു വാനിൽ ദൂതർ സന്ദേശഗാനം എന്തെന്നു പാടി കേട്ടുകൊള്ളിൻ മാലോകരെ നിങ്ങൾക്കൊരു രക്ഷകൻ കേട്ടുകൊള്ളിൻ മാലോകരെ നിങ്ങൾക്കൊരു രക്ഷകൻ മർത്യരൂപനായി പിറന്നിന്നു ബെത്ലഹേമിൽ മർത്യരൂപനായി പിറന്നിന്നു ബെത്ലഹേമിൽ അടയാളമോ ശീലകൾ ചുറ്റിയ കുഞ്ഞിനെ കാണും ശീലകൾ ചുറ്റിയ കുഞ്ഞിനെ കാണും മാനം പൂത്തു പൂക്കൾ നിറഞ്ഞ നിശീതിനി പൂനിലാവിൽ കുളിച്ചൊരുങ്ങി നിന്നിടുമോ
ദേശേ നിന്നു വിദ്വാൻമാരും വന്നല്ലോ ഉണ്ണിയെ കണ്ടു വണങ്ങാൻ. കിഴക്കുദേശേ നിന്നു വിദ്വാൻമാരും വന്നല്ലോ ഉണ്ണിയെ കണ്ടു വണങ്ങാൻ. പാപികൾക്കു രക്ഷയേകാൻ മണ്ണിൽ വന്ന നാഥനെ, പാപികൾക്കു രക്ഷയേകാൻ മണ്ണിൽ വന്ന നാഥനെ മണ്ണും വിണ്ണും പാടിയാർക്കും സ്തുതി സ്തോത്രഗീതങ്ങൾ, മണ്ണും വിണ്ണും പാടിയാർക്കും സ്തുതി സ്തോത്രഗീതങ്ങൾ. രക്ഷകാ ഉള്ളത്തിൽ വസിച്ചെന്നും അനുഗ്രഹിക്കൂ, ഉള്ളത്തിൽ വസിച്ചെന്നും അനുഗ്രഹിക്കൂ. മാനം പൂത്തു പൂക്കൾ നിറഞ്ഞ നിശീദിനി, പൂനിലാവിൽ കുളിച്ചൊരുങ്ങി നിന്നിടുമ്പോൾ, മാനം പൂത്തു പൂക്കൾ നിറഞ്ഞ നിശീദിനി, പൂനിലാവിൽ കുളിച്ചൊരുങ്ങി നിന്നിടുമ്പോൾ. കേൾക്കുന്നതാ ദൂരെ അങ്ങാകാശദേശേ, കേൾക്കുന്നതാ ദൂരെ അങ്ങാകാശദേശേ ഒരു സന്ദേശകാവ്യം. ദൂതന്മാർ പാടിയ സുന്ദരഗാനം, ദൂതന്മാർ പാടിയ സുന്ദരഗാനം ഒരു സ്നേഹകാവ്യം, ഒരു സ്നേഹകാവ്യം. മാനം പൂത്തു പൂക്കൾ നിറഞ്ഞ നിശീദിനി, പൂനിലാവിൽ കുളിച്ചൊരുങ്ങി നിന്നിടുമോ. നിരനിരയായി വാനവിധാനത്തിൽ ദൂതന്മാർ വന്നു, ചിരുചിരുനാദമുണർത്തും ചിലകൾ കാലിയണിഞ്ഞു. ഭക്തർക്കായി മണ്ണിൽ പിറന്ന പുണ്യമഹേശനെ കാണാൻ ആനന്ദത്തിൻ മേളത്താലെ നടനമാടി വന്നല്ലോ, ആനന്ദത്തിൻ മേളത്താലെ നടനമാടി വന്നല്ലോ. നിരനിരയായി വാനവിധാനത്തിൽ ദൂതന്മാർ വന്നു, ചിരുചിരുനാദമുണർത്തും ചിലങ്ങൾ കാലിയണിഞ്ഞു. ഭക്തർക്കായി മണ്ണിൽ പിറന്ന പുണ്യമഹേശനെ കാണാൻ ആനന്ദത്തിൻ മേളത്താലെ നടനമാടി വന്നല്ലോ, ആനന്ദത്തിൻ മേളത്താലെ നടനമാടി വന്നല്ലോ. ഓഹോ പൂനിലാവിൻ പ്രഭയാലെ ഉലകം ചാർത്തിയ രാവിൽ, മോഹനരാവിൽ മോഹനരാവിൽ ആ പുണ്യനാളിൽ കൂട്ടം കൂട്ടമയാടുമേയ്പ്പാൻ നാഥനെ കാണാൻ വന്നല്ലോ. താരകദീപങ്ങൾ കണ്ണുകൾ ചിമ്മി ദേവനെ നോക്കി നിന്നല്ലോ. പൂങ്കാറ്റിൽ പൂങ്ക
നിരനിരയായി വാനവിധാനത്തിൽ ദൂതന്മാർ വന്നു. ചിലുചിലുനാദമുണർത്തും ചിലങ്കകൾ കാലിലണിഞ്ഞു. മധ്യത്തായി മണ്ണിൽ പിറന്ന പുണ്യമഹേശനെ കാണാൻ ആനന്ദത്തിൻ മേളത്താലെ നടനമാടി വന്നല്ലോ. ആനന്ദത്തിൻ മേളത്താലെ നടനമാടി വന്നല്ലോ. ഓഹോ ബേത്ലഹേമിൽ പുൽക്കൂട്ടിൽ ലോകൈകരാജൻ ഉന്നതമേന്മകളെല്ലാം വെടിഞ്ഞു മാനവനായി പിറന്നല്ലോ. പണ്ടു പ്രവാചക സ്വപ്ന പോലെ പ്രവചന നിവർത്തിയായല്ലോ. മാനവതൻ മാനസം തന്നിൽ ആനന്ദം കളിയാടിയല്ലോ. മാനവതൻ മാനസം തന്നിൽ ആനന്ദം കളിയാടിയല്ലോ. നിരനിരയായി വാനവിധാനത്തിൽ ദൂതന്മാർ വന്നു. ചിലുചിലുനാദമുണർത്തും ചിലങ്കകൾ കാലിലണിഞ്ഞു. മധ്യർക്കായി മണ്ണിൽ പിറന്ന പുണ്യമഹേശനെ കാണാൻ ആനന്ദത്തിൻ മേളത്താലെ നടനമാടി വന്നല്ലോ. ആനന്ദത്തിൻ മേളത്താലെ നടനമാടി വന്നല്ലോ. ഓഹോ Every host proclaiming gospel filled with endless bliss. The King of Kings is born in Bethlehem, come and worship Him. Every host proclaiming gospel filled with endless bliss. The King of Kings is born in Bethlehem, come and worship Him. Merry Christmas, Merry Christmas, Merry 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 Christmas. Merry Christmas, Merry Christmas, Merry 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 Christmas. Star in the sky made their way to shine. Wise men offered treasures and gifts for their king with queen. And the star in the sky made their way to shine. Wise men offered treasures and gifts for their king with queen. Merry Christmas, Merry Christmas, Merry 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 Christmas. Merry Christmas, Merry Christmas, Merry 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 Christmas. Shepherd my own people, angels singing on. Come and our own intendant, this is the Savior born.
shepherd, my own people, angels singing on. Merry Christmas, Merry Christmas, Merry, 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 Merry Christmas. Merry Christmas, Merry Christmas, Merry, 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 Merry Christmas. Every host proclaiming gospel filled with endless bliss. The King of Kings is born in Bethlehem, come and worship Him. Every host proclaiming gospel filled with endless bliss. The King of Kings is born in Bethlehem, come and worship Him. Merry Christmas, Merry Christmas, Merry, 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 Merry Christmas. Merry Christmas, Merry Christmas, Merry, 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 Merry Christmas. സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവപുത്രൻ്റെ തിരുപ്പിറവി ഓർമ്മിക്കപ്പെടുന്ന ഈ നാളുകളിൽ എല്ലാവർക്കും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവകൃപ സർവശക്തനായ ദൈവം ധാരാളമായി പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൂതന്മാർ ഏറ്റുപാടിയ ആ വരികൾ, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഈ വരികൾ ഈ നാളുകളിൽ അന്വർത്ഥമായി തീരട്ടെ. സമൃദ്ധമായ ദൈവകൃപ കർത്താവ് നമുക്കെല്ലാവർക്കും ഈ നാളുകളിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു ഭക്തന് ദൈവം നൽകിയ ഒരു ദർശനം ഇപ്രകാരമാണ്. മുള്ളുകൾക്കിടയിൽ ഒരു പക്ഷി ഇങ്ങനെ അകപ്പെട്ട് കിടക്കുകയാണ്. ചിറകിട്ട് അടിക്കുന്നു. അതിന് സ്വതന്ത്രമായി പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. ഈ മനുഷ്യന് അതിനെ സഹായിക്കണമെന്നുണ്ട്. എന്നാൽ അടുത്തേക്ക് ചെല്ലുന്തോറും ആ പക്ഷി കൂടുതൽ ഭയന്ന് ആ മുള്ളുകൾക്കിടയിൽ അത് കൂടുതൽ ഞെരിയുകയാണ്. ആ മനുഷ്യന് ബോധ്യപ്പെട്ടു, ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ, ഒരു കിളിയായിരുന്നുവെങ്കിൽ എനിക്കതിനെ സ്വതന്ത്രമാക്കുവാൻ കഴിയുമായിരുന്നു. അപ്പോഴാണ് ആ മനുഷ്യന് ആ ബോധ്യമുണ്ടായത്, ഇത് തന്നെയല്ലേ ക്രിസ്മസ് അനുഭവവും. തേജോമയനായ ദൈവം സ്വർഗത്തിലെ എല്ലാ മഹിമകളെയും വെടിഞ്ഞ് മനുഷ്യനോടൊപ്പം ഇമ്മാനുവേലായി ഒരു മനുഷ്യനായി തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അതുതന്നെയാണ് ക്രിസ്മസ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഏറ്റവും മകുടമായ അനുഭവമാണ് ക്രിസ്മസ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഈ ക്രിസ്മസ് നാളുകൾ ഒരു 3 ചോദ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒന്ന്, നാം എല്ലാവരും ദൈവരാജ്യത്തിൽ പേറുവഴി ചാർത്തപ്പെട്ടുവോ എന്നുള്ള ഒരു ചോദ്യമാണ്. ലൂക്കോസ് സുവിശേഷത്തിൽ ക്രിസ്മസ് വിവരണം നാം വായിക്കുന്നത് ഒരു പേറുവഴി ചാർത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഒരു സെൻസസ് വിവരണം. ലോകത്തിൻ്റെ ചക്രവർത്തിയായി സ്വയം ഗണിച്ചിരുന്ന ഔഗസ്തോസ് കൈസർ തൻ്റെ സാമ്രാജ്യത്വത്തിലെ കണക്ക് എടുപ്പ് നടത്തുകയാണ്. എല്ലാവരും പേറുവഴി ചാർത്തണം. യോസേഫും മറിയയും അപ്രകാരം യഹൂദിയയിലെ ബേത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിൽ ദൈവം നമ്മോട് പങ്കുവയ്ക്കുന്നത് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി എല്ലാവരെയും ദൈവരാജ്യമെന്ന ആ വലിയ അനുഭവത്തിലേക്ക് പേറുവഴി ചാർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു ആജ്ഞയിലൂടെ കൈസർ ലോകത്തിലേക്ക് സംസാരിക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ പകർന്ന് ഒരു വലിയ രക്ഷാ സന്ദേശത്തെ നമുക്ക് നൽകുന്നു. വേദപുസ്തകത്തിൻ്റെ ചരിത്രം, മനുഷ്യവംശത്തിൻ്റെ ആത്മീക ചരിത്രം ആ ദൈവവിളിയോട് എപ്രകാരം പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഇടയന്മാർ ആ വിളിയോട് അർത്ഥവത്തായി പ്രതികരിച്ചു. വിദ്വാൻമാർ തങ്ങളുടെ പ്രൗഢിയും ജ്ഞാനവുമൊക്കെ മാറ്റിവെച്ച് ആ ശിശുവിനെ ചെന്ന് കണ്ട് വണങ്ങാനായിട്ട് താല്പര്യപ്പെട്ടു. എന്നാൽ തൻ്റെ പദവിയിലും അഹങ്കാരത്തിലുമൊക്കെ അഹങ്കരിച്ച ഹെരോദ രാജാവിന് ആ ദിവ്യ ശിശുവിൻ്റെ ദർശനം എല്ലാ കാലവും അപ്രാപ്യമായിരുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിൽ പങ്കുചേരുവാനുള്ള ആ ഒരു വിളിയെ വളരെ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളുകയും കർത്താവിനെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യുന്നവർക്കാണ് ക്രിസ്മസ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുക. രണ്ടാമതായി, ക്രിസ്മസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ ചോദ്യം, കാലിത്തൊഴുത്തിൻ്റെ വിശാലതകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ കഴിയുന്നുവോ എന്നതാണ്. വഴിയമ്പലങ്ങളോട് ചേർന്നാണ് എപ്പോഴും കാലിത്തൊഴുത്ത്. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ കാലിത്തൊഴുത്തിൽ കർത്താവിനെ കിടത്തി എന്നാണ് ക്രിസ്മസ് വിവരണങ്ങളിൽ നാം കാണുക. ആ ശിശു നമ്മോട് പങ്കുവയ്ക്കുന്നത് കാലിത്തൊഴുത്തിൻ്റെ സാധ്യതകളെ നമ്മുടെ ജീവിതങ്ങളിൽ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണമെന്നതാണ്. വഴിയാത്രയിൽ ക്ഷീണിച്ച മൃഗങ്ങൾക്ക്
ആഹാരവും വെള്ളവുമൊക്കെ അവിടെ ലഭ്യമാകുന്നു. യാത്രയിലെ ആലസ്യം മാറുവാനുള്ള വിശ്രമം അവിടെ ലഭ്യമാകുന്നു. മുന്നോട്ടുള്ള യാത്രയ്ക്ക് സഹായകമായ ഊർജം അവിടെ നിന്ന് സംഭരിക്കുവാനായിട്ട് അവിടെ സാധ്യതകൾ ഒരുക്കപ്പെടുകയാണ്. കാലിത്തൊഴുത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതിന് മതിലുകളില്ല, ചുവരുകളില്ല, വാതിലുകളില്ല എന്നതാണ്. എല്ലാവർക്കും അവിടേക്ക് പ്രവേശനമുണ്ട്. എല്ലാവർക്കും അതിനകത്തേക്ക് കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷെ യേശുവിൻ്റെ തിരുപ്പിറവി രാജകൊട്ടാരത്തിനുള്ളിലോ മറ്റേതെങ്കിലും അധികാര സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടോ ആയിരുന്നുവെങ്കിൽ സമൂഹത്തിലെ സാധാരണക്കാരായ ഇടയന്മാർക്ക് ആ ശിശുവിനെ കണ്ട് വണങ്ങാനുള്ള അവസരം ലഭ്യമാകുമായിരുന്നുവോ എന്ന് ഇന്നും നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കർത്താവ് നിശ്ചയമായും സകലർക്കായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. കാലിത്തൊഴുത്ത് എന്നും പ്രദാനം ചെയ്യുന്നത് ആ ഒരു വലിയ തുറന്ന വിശാലതയാണ്. യാതൊരു വേർതിരിവുകളുമില്ലാതെ ജീവിതയാത്രയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടതകളുമൊക്കെ വെടിഞ്ഞ് ഊർജം സംഭരിച്ച് മുന്നോട്ടുള്ള ജീവിതയാത്രയ്ക്ക് പ്രചോദനവും ഊർജവുമൊക്കെ കൈക്കൊള്ളുവാൻ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നു എന്ന് നാം ഓർക്കുക. മൂന്നാമതായി ക്രിസ്മസ് അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സാധാരണ ജീവിതങ്ങളെ പുൽക്കൂടുകളാക്കി രൂപാന്തരപ്പെടുത്തുവാനുള്ള, അസാധാരണമായ അനുഭവങ്ങളിലേക്ക് രൂപപ്പെടുത്തുവാനുള്ള ഒരു സാധ്യത എല്ലാ ക്രിസ്മസ് അനുഭവങ്ങളും നമുക്ക് നൽകുന്നു എന്നത് തന്നെയാണ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് തിരുമേനി പങ്കുവെച്ച, മാർപ്പാപ്പയായ ഫ്രാൻസിസ് പങ്കുവെച്ച ഒരു അർത്ഥവത്തായ ചിത്രം എന്നും ഞാൻ ഓർക്കുന്നു. യോസേഫും മറിയയും ആ കുഞ്ഞു ശിശുവുമായി ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ മറിയ ശാന്തമായി ഉറങ്ങുകയാണ്. പിതാവായ യോസേഫ് ആ കുഞ്ഞു പൈതലിനെ കരങ്ങളിലേന്തി ലാളിക്കുകയാണ്. നമ്മുടെ അസാധാരണമായ പ്രവൃത്തികളിലൂടെ ജീവിതങ്ങളെ പുൽക്കൂടുകളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ എല്ലാ കാലവും സാധ്യതയുണ്ട് എന്ന് ഓർക്കുക. ക്രിസ്തുമസ് നാം ഓർമ്മിക്കുമ്പോൾ കാലിത്തൊഴുത്തുകളല്ല നിർമ്മിക്കുന്നത്, പുൽക്കൂടുകളാണ്. സാധാരണ മരച്ചില്ലകളെ നാം വെട്ടിവെച്ച് അലങ്കരിച്ച് അതിനെ ക്രിസ്മസ് മരങ്ങളാക്കി വർണ്ണാഭമാക്കി തീർക്കുന്നു എന്ന് ഓർക്കുക. നമ്മുടെ സാധാരണമായ ജീവിതങ്ങൾ ദൈവാശ്രയബോധമുള്ള അസാധാരണമായ അനുഭവങ്ങളിലൂടെ രൂപാന്തരപ്പെടുത്താനും അനുഗ്രഹപ്രദമായ ജീവിതങ്ങളാക്കി അതിനെ പരിവർത്തനപ്പെടുത്തുവാനും ക്രിസ്മസ് അനുഭവങ്ങൾ നമുക്ക് പ്രചോദനം പകരുന്നു എന്ന് ഓർക്കുക. നിശ്ചയമായും ദൈവരാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനം ക്രിസ്മസ് ഒരുക്കുന്നു. കാലിത്തൊഴുത്തിൻ്റെ വിശാലതയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സാധ്യത ക്രിസ്മസ് പകരുന്നു. നമ്മുടെ ജീവിതങ്ങളെ പുൽക്കൂടുകളാക്കി വർണ്ണാഭമാക്കുവാൻ, പ്രഭ ചൊരിയുന്നതാക്കി തീർക്കുവാൻ ക്രിസ്മസ് നമുക്ക് പ്രചോദനം പകരുന്നു. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസ് നാളുകൾ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.